LDF സർക്കാർ അധികാരത്തിലിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി 100 പേരെ നിയമിച്ചുവെന്ന ജി സുധാകരന്റെ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് CPM നേതാവ് H. സലാം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. LDF സർക്കാർ അധികാരത്തിലിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങി 100 പേരെ നിയമിച്ചുവെന്ന ജി സുധാകരന്റെ ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നും തനിക്കറിയാവുന്ന പണം വാങ്ങിയ ആളുകളുടെ പേരുകൾ ആരോപണം ഉന്നയിച്ച ജി സുധാകരൻ പരസ്യപ്പെടുത്തണമെന്നും H. സലാം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരണകാലത്ത് 100 പേരെ കുടുംബശ്രീ വഴി നിയമിച്ചുവെന്നും ഒരാളിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിച്ചുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുമാത്രമല്ല, കൈക്കൂലി വാങ്ങിയ ആളുകളെ എനിക്കറിയാം, അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ആരോപണം ഗൗരവമുള്ളതായതുകൊണ്ട് സംസ്ഥാനത്ത് UDF ആണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ട് UDF സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസ് ജി സുധാകരൻ ഉന്നയിച്ച ഈ ആരോപണം അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ള കാര്യം. ഇപ്പോൾ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും വിജിലൻസും കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ജി സുധാകരൻ കൂടി പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണം അത് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മറച്ചു വയ്ക്കുന്ന ഒരു ജനപ്രതിക്ക് ചേർന്ന കാര്യമില്ല. അത് അദ്ദേഹം പരസ്യപ്പെടുത്താൻ തയ്യാറാവണം. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ ഒരു ചടങ്ങിൽ പ്രസംഗിക്കവേ കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്തെ മോശപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് നിയമനത്തിൽ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത്. വാങ്ങിയ ആളുകളെ തനിക്കറിയാമെന്നും പറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരു ജനപ്രതിനിധി മറച്ചുവെക്കാൻ പാടില്ലാത്തതാണ്. കൈക്കൂലി വാങ്ങിയ ആളുകളുടെ പേരുകൾ ജനങ്ങളുടെ മുമ്പാകെ പരസ്യപ്പെടുത്താൻ ജി സുധാകരൻ തയ്യാറാകണം. ആരോപിക്കപ്പെട്ട 100 പേരുടെ അനധികൃത നിയമനം ഏതാണെന്ന് വ്യക്തമാക്കുവാൻ ആശുപത്രി പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ബാധ്യതയുണ്ട്. അനധികൃത നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. കഴിഞ്ഞ 5 വർഷക്കാലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും താൽക്കാലികമായും നിയമിക്കപ്പെട്ട എല്ലാവരുടെയും മേൽവിലാസവും തസ്തികയും ജാതിയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആശുപത്രി അധികാരികൾ പരസ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നു. താൽക്കാലിക ജീവനക്കാരെ ക്ലീനിംഗ് ജോലിക്ക് കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി നിയമിക്കുന്നതിനെ മുൻനിർത്തി കുടുംബശ്രീയെയും ജി സുധാകരൻ ആക്ഷേപിച്ചിരുന്നു. അനുവദനീയമായ തസ്തികയുടെ എണ്ണത്തേക്കാൾ അധികമായി വേണ്ടിവരുന്ന ക്ലീനിംഗ് ജീവനക്കാരെ നിശ്ചിത ദിവസത്തേക്ക് കുടുംബശ്രീ വഴി നിയമിക്കുവാൻ ഉത്തരവിട്ടത് ജി സുധാകരൻ മന്ത്രിയായിരുന്ന VS സർക്കാരിന്റെ കാലത്ത് 2009-ലാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ജി സുധാകരൻ MLA-യും മന്ത്രിയുമായിരുന്ന 12 വർഷവും ഞാൻ MLA ആയിരുന്ന 5 വർഷവും അത്തരം നിയമനങ്ങൾ ആശുപത്രി അധികാരികളും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം സർക്കാർ ഒരു പുതിയ ഉത്തരവും ഇത് സംബന്ധിച്ച് ഇറക്കിയിട്ടില്ല. പഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങൾ ജില്ലാ മിഷന് ശുപാർശ ചെയ്യുന്ന സ്ത്രീകളുടെ അപേക്ഷ പരിഗണിച്ച് കുടുംബശ്രീ ജില്ലാ മിഷൻ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ദിവസക്കൂലി അടിസ്ഥാനത്തിൽ സ്ത്രീകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്ലീനിംഗ് ജോലി ചെയ്യുന്നത്. 15 വർഷത്തിലധികമായി ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവിടെയുണ്ട്. ഉപജീവനത്തിനായി ജോലി ചെയ്യുന്ന പാവങ്ങളായ സ്ത്രീകളെ ആക്ഷേപിക്കരുത്. നിയമനം സംബന്ധിച്ച് ഉത്തരവിറങ്ങിയ VS സർക്കാരിന്റെ കാലം മുതൽ ജി സുധാകരൻ MLA ആയിരുന്ന 15 വർഷവും ഞാൻ MLA ആയിരുന്ന കഴിഞ്ഞ 5 വർഷവും നടന്ന മുഴുവൻ നിയമനങ്ങളെക്കുറിച്ചും രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന വിജിലൻസ് അന്വേഷിക്കണമെന്ന് H. സലാം ആവശ്യപ്പെടുന്നു. ഇത് സംബന്ധിച്ച് UDF സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, ആലപ്പുഴ.